പ്രായപൂർത്തിയാക്കാത്ത 3 സഹോദരിമാരെ പീഡിപ്പിച്ച 17-കാരനെ പത്തനംതിട്ട ജുവൈനൽ ഹോമിലേക്ക് മാറ്റി. 13, 12, 9 വയസ്സുള്ള സഹോദരിമാരെയാണ് പീഡിപ്പിച്ചത്. കഴിഞ്ഞ വർഷം സ്കൂൾ വേനലവധിക്കാലത്താണ് പീഡനം നടന്നത്. എന്താണ് ഇപ്പം കേൾക്കുന്ന വാർത്തകളൊക്കെ? മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകളാണ് ഇതൊക്കെ. 17 വയസ്സുള്ള ഒരു ചെക്കൻ 12, 13, 9 വയസ്സുള്ള തൻ്റെ സ്വന്തം സഹോദരിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ മനുഷ്യൻ അധപ്പതിച്ചു, നമ്മുടെ കുട്ടികൾ അധപ്പതിച്ചു എന്നോർക്കണം. ഞാൻ അക്ഷരം തെറ്റാതെ ഞാൻ പറയുകയാണ്, ഈ കുറ്റകൃത്യങ്ങൾക്ക് മുഴുവൻ പിന്നിലും മൊബൈലിൻ്റെ ഉപയോഗം മാത്രമാണ്. മൊബൈൽ ഉപയോഗം അതിക്രമിക്കുമ്പോൾ അതിൽ വേണ്ടാത്ത വീഡിയോകളും മറ്റും കണ്ടു പഠിക്കുകയും ലഹരിയും മറ്റു മദ്യവും മയക്കുമരുന്നും ബലാത്സംഗവും അതിക്രമിക്കുന്നത് ഇത്തരം മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് മാത്രമാണ്. മൊബൈൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്, അതിലേറെ നമുക്ക് ദോഷവുമുണ്ട്. ആ 17 വയസ്സുകാരനെ അങ്ങനെ ഒരു തെറ്റിലേക്ക് നയിക്കാനുള്ള കാരണം അവരുടെ മാതാപിതാക്കളാണ്. അമിതമായ മൊബൈൽ ഉപയോഗത്തിന് വഴിയൊരുക്കിയത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെയൊരു ക്രൂരകൃത്യം തൻ്റെ കുടുംബത്തിൽ തന്നെ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും തൻ്റെ മക്കളെ ശ്രദ്ധിക്കുക. അവർ പാവമാണ്, അവരൊന്നും അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് കരുതിയിട്ട് അവരെ നിങ്ങൾ വെറുതെ വിടാൻ പാടില്ല. സദാസമയവും അവരെ നിരീക്ഷിക്കണം. അവരുടെ ബാഗുകളും സ്കൂൾ ബാഗുകളും മറ്റും ചെക്ക് ചെയ്യണം. നിങ്ങളറിയാതെ അവർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ പെൺമക്കൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും അന്യ പുരുഷന്മാർ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യൽ നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ കണ്ടവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്വന്തം സഹോദരിമാരെ തന്നെ ബലാത്സംഗം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറും. അതുകൊണ്ട് രക്ഷിതാക്കൾ കരുതിയിരിക്കുക.